നമ്മളെ നാരിയത്ത് സലാത്തിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞ, ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സലാത്ത് ഉണ്ടാക്കാൻ അവകാശമുണ്ട് എന്നാണ് ഉറപ്പ്. വാസ്തവത്തിൽ റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നതും റസൂലുള്ളാഹിന്റെ മദഹ് ഉൾക്കൊള്ളുന്നതുമായ സലാത്ത് ഒരാൾ ഉണ്ടാക്കിയൊരു കുറ്റല്ല. പക്ഷേ അതിലുള്ള വർണ്ണനകൾ അത് ഹദീസിലും ഖുർആനിലും ഉള്ളതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. മാത്രല്ല, അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് അത് ഇന്ന ദിവസം ഇത്ര ചെല്ലുക, രാവിലെ എത്ര, വൈകുന്നേരത്ത് ഇത്ര, അല്ലെങ്കിൽ ഇന്ന മാസം ചെല്ലുക, അതിന് ഇന്ന കൂലി എന്നൊക്കെ നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി. പിന്നെ അതിലുള്ള വർണ്ണനകൾ പരിധി വിട്ടതാണെങ്കിലോ അത് തെറ്റുമായി. ഇതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല. ആ സ്വലാത്തിന്റെ സ്ഥാനം വേറൊന്നിനുമില്ല. പക്ഷേ നാരിയത്ത് സലാത്ത് അങ്ങനത്തെ സലാത്തല്ല. അത് ആളുകൾ പ്രത്യേക പോരിശയാക്കപ്പെട്ടതാണെന്ന് വിചാരിച്ച് റമളാനിലെ അവസാനത്തെ പത്തിൽ നേർച്ചയാക്കി ചെല്ലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടാക്കിയ ഒരു സലാത്ത് അത് പ്രത്യേക പോരിശയുള്ളതും പ്രത്യേക കൂലിയുള്ളതും, ഇത്ര എണ്ണം ചെല്ലിയാൽ ഇത്ര കൂലി, ഇത്ര എണ്ണം ചെല്ലിയാൽ രോഗം മാറും എന്നൊക്കെ പറയുന്നത് കടുത്ത ബിദ്അത്താണ്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചതല്ല. ഇതിലുള്ളതെന്താ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. മുഹമ്മദ് നബിക്ക് സമ്പൂർണമായ സ്വലാത്തും സമ്പൂർണമായ സലാമും നൽകണേ, രക്ഷയും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ടാണ് എല്ലാ കെട്ടിക്കുടുക്കളും അഴിയുന്നത്. വതൻഫരിജു ബിഹിൽ ഖുറബ്, എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത് നബിയെ കൊണ്ടാണ്. വതുഖ്ലാ ബിഹിൽ ഹവായിജു, എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് നബിയെ കൊണ്ടാണ്. വതുനാലു ബിഹിർ റഗായിബു, എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്നത് നബിയെ കൊണ്ടാണ്. വഹുസ്നുൽ ഖവാത്തിം, നല്ല പര്യവസാനവും നബിയെ കൊണ്ടാണ്. വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം, നബിയുടെ മാന്യമായ മുഖം കൊണ്ട് മഴയെ തേടാറുണ്ടായിരുന്നു. വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫ്സിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്, നബിയുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എല്ലാ സമയത്തും എല്ലാ ശ്വാസത്തിലും. അല്ലാഹുവേ, നിനക്ക് അറിയപ്പെട്ട എല്ലാത്തിന്റെയും എണ്ണത്തോളം. ഇതാണ് ഇതിലുള്ളത്. ഇതിൽ സുഹൃത്തുക്കളെ അതിവർണ്ണനയാണിത്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വർണ്ണന. നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുകൾ നീങ്ങുമോ? നബിക്ക് തന്നെ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമോ? നബിക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? ത്വായിഫിൽ ചെന്നിട്ട് കല്ലെറിഞ്ഞാട്ടി തെണ്ടിപ്പിള്ളരെ വിട്ട് കൂക്കി പരിഹസിച്ച് കാലെന്ന് ചോര വെട്ടി ഒരു മുശ്രിക്കിന്റെ ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറിയിട്ടാ രക്ഷ തേടിയത് അല്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പടച്ചവനെ, എനിക്കുള്ള നിലവാരവും ഇല്ലാത്തതിനെ പറ്റി ഞാനിതാ നിന്നോട് ആവലാതിപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ച അവസരം അല്ലേ? മലയെ മറിച്ചിടാൻ ഇതാ എന്നോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മലയുടെ ചുമതലയുള്ള മലക്ക് വന്നിട്ട് ചോദിക്കാണ്, ഈ ജനതയുടെ മേൽ ഈ പർവ്വതത്തെ അങ്ങോട്ട് മറിച്ചിടട്ടെ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, സാരല്ല, ഞാൻ ക്ഷമിക്കാം, അവർക്ക് പുറത്തു കൊടുക്കട്ടെ, വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ സംഭവങ്ങള്, തീമൂട്ടാത്ത ദിവസങ്ങള്, വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സംഭവങ്ങള്, ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ള കുഴിയിൽ വീണു, ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി, അവിടത്തേക്ക് രോഗമുണ്ടായി, ബോധം കെട്ടു, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെല്ലാം വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ റസൂലുള്ളാഹിനെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങി കിട്ടും. തുഖ്ലാ ബിഹിൽ ഹവായിജു, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന നബിയെ കൊണ്ടാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലക്ഷ്യമാക്കപ്പെടുന്നവൻ ആരാ? സ്വമദായ അല്ലാഹുവാണ്. സ്വമദ് എന്നതിന്റെ അർത്ഥം തന്നെ അൽ മഖ്സൂദു ഫിർ റഗായിബി വൽ മുസ്തഗാസു ബിഹി ഇൻദൽ മസായിബിന, ആഗ്രഹങ്ങളുള്ള സമയത്ത് ലക്ഷ്യമാക്കപ്പെടുന്നവൻ, ആപത്തുകളുള്ളപ്പോൾ സഹായം തേടപ്പെടുന്നവൻ. അൽ മസ്മൂദു ഇലൈഹി ബിൽ ഹവായിജി അൽ മഖ്സൂദു ബിഹാ, കണ്ടോ? ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലക്ഷ്യമാക്കപ്പെടുന്നവൻ അത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂലുള്ളാഹിനെ ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ. റസൂലുള്ളാഹിനെ കൊണ്ട് നല്ല പര്യവസാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്വന്തം എളാപ്പാക്ക് നല്ല പര്യവസാനം ഉണ്ടാക്കാൻ നബിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. എളാപ്പെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം അല്ലേ? എളാപ്പ ഒന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോന്റെ അടുത്ത് എനിക്കൊന്ന് വാദിച്ചു നോക്കാലോ. പക്ഷെ അപ്പുറത്തിരുന്നിട്ട് അബൂജഹൽ പറയാണ്, തന്റെ ചാകാൻ നേരത്ത് പൂർവ്വപിതാക്കന്മാരെ മതോപേക്ഷിച്ച് ചത്തുപോണ്ടാന്ന്. അവസാനം വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലായിക്കൊണ്ട് എന്നിട്ടാ മരിച്ചത്. നല്ല പര്യവസാനം ഉണ്ടാക്കാൻ സാധിച്ചോ മുഹമ്മദ് നബിക്ക്?
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരിക്കുന്ന സമയത്ത് വല്ലിപ്പ ആ മലർത്തി പിടിച്ച കുട്ടിയെ കൊണ്ട് കഅബത്തിങ്ക പോയിട്ട് പ്രാർത്ഥിച്ചാ മഴ കിട്ടിയിരുന്നു എന്നാണ്. അതാണ് ഇസ്തസ്ഖൽ ഗമാമി വജീൽ കരീം എന്ന് പറയുന്നത്. അത് അന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരിച്ച റസൂലുള്ളാഹിന്റെ മുഖത്തെ കൊണ്ട് ഇന്ന് മഴയെ തേടാൻ പറ്റുമോ? പറ്റൂലല്ലോ. ജീവിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കുമ്പോ വല്ലിപ്പ അങ്ങനെ തേടിയിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം അതിവർണ്ണനകളാണ്. ഇതിൽ അള്ളാന്റെ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ നാരിയത്ത് സലാത്ത് ഇത്രണ്ണം ചൊല്ലിയ ഇന്ന കൂലി. റമളാൻ മാസത്തിൽ അവസാനത്തെ 10 പോലും ആളുകള് ഖുർആൻ നേർച്ചയാക്കണ മാതിരി നാരിയത്ത് സലാത്ത് നേർച്ചയാക്കാണ്. ഇത് തെറ്റാണ്, ഇത് പാടില്ലാത്തതാണ്. ഒരാൾക്കൊരു സ്വലാത്ത് ഉണ്ടാക്കാൻ റസൂലുള്ളാഹിനെ പരിധി വിട്ട് പ്രശംസിക്കാത്ത റസൂലുള്ളാഹിക്കുള്ള മഹത്വങ്ങൾ പറഞ്ഞിട്ട് അത് സ്വലാത്തിന്റെ കൂടെ ചേർത്ത് എഴുതിയിട്ടുണ്ട് ചില മഹാന്മാരൊക്കെ. അതിൽ അതിര് കവിഞ്ഞതുമുണ്ട്, അതിര് കവിയാത്തതുമുണ്ട്. അതിര് കവിഞ്ഞത് തെറ്റാണ് എന്ന് മാത്രമല്ല, ആ സലാത്തിന് ഒരു പ്രത്യേക പോരിശയും പറയാൻ പാടില്ല. അത് റസൂൽ പഠിപ്പിച്ച ഇബ്രാഹിമി സലാത്തിനേക്കാളും ഉന്നതമാണെന്നോ, അല്ലെങ്കിൽ അത് ഇത്ര ചെല്ലിയാൽ ഇന്ന ദിവസം ചെല്ലിയാൽ ഇത്ര എണ്ണം ചെല്ലിയാൽ ഇന്ന കൂലിയുണ്ടെന്നോ പറഞ്ഞാൽ കടുത്ത വിദഅത്തായി, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഓരോരുത്തരും സലാത്ത് ഉണ്ടാക്കിയിട്ട് ആ സലാത്തിന് ഇന്ന പോരിശയുണ്ടെന്ന് പാമര ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബിയെ സ്വപ്നം കാണാനുള്ള സലാത്ത് ആരാ ഉണ്ടാക്കിയത്? ഏതോ ഒരു ചങ്ങായി ഉണ്ടാക്കിയത്. കണ്ടോ? ദലായിലുൽ ഖൈറാത്ത് ഏതോ ജസൂലി എന്നെടുത്തുണ്ടാക്കിയതാ. ഇങ്ങനെയുള്ള കള്ള സലാത്തുകള്, അതിരുവിട്ട സലാത്തുകള്, അതൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.